ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോയുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ വിത്ത് ടാപ്പിയോക്കയാണ്. സ്പെഷ്യലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് ഉപ്പ്, മുളക്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. പിന്നെ അതിനായിട്ട് തക്കാളി, സവാള, പച്ചമുളക്, പിന്നെ നമ്മുടെ ഇഞ്ചി, ബാക്കിയുള്ള മസാലപ്പൊടിയൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ സ്റ്റൗവ് ഓണാക്കി നമ്മുടെ ചട്ടക ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോറി, ചട്ടകല്ല, നമ്മുടെ ചട്ടി ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക ഗൈസ്. അപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഇടാം. കരയാമ്പ്, ഏലക്കായ, കറുകപ്പട്ട, ഇതൊക്കെ നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ട് ഇടാം. അത് നല്ലപോലെ അവിടെ കിടന്ന് ചൂടാവട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് മാറ്റി വെച്ച സവാള, മുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക ഗൈസ്. സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക ഗൈസ്. ഉപ്പൊക്കെ എല്ലായിടത്തും എത്തട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ സവാള ഇവിടെ വാട്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി അതിലേക്ക് ലേശം ഇട്ട് കൊടുക്കുക. നല്ലപോലെ വാട്ടിയെടുക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ, പെപ്പർ ചിക്കനിൽ സ്പെഷ്യൽ വരുന്ന സാധനമാണ് ടാപ്പിയോക്ക, നമ്മുടെ കപ്പ. അപ്പോൾ ഈ കപ്പ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കളർ കിട്ടണം, നല്ല ബ്രൗണിഷ് കളർ കിട്ടണം. അപ്പോൾ ഗൈസ് ഇനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ വേപ്പില ഇട്ട് കൊടുക്കുക. അതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഗൈസ്. തക്കാളി നമുക്ക് കുറച്ച് നേരം മൂടി വേവിക്കാം. അതിനായി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തക്കാളി ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ ഗൈസ്. ഗൈസ് തക്കാളിയൊക്കെ നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടാം. കരിയാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഗൈസ്. നല്ല കറക്റ്റ് രീതി കിട്ടുള്ളൂ. മല്ലിപ്പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, കരിയാതെ സൂക്ഷിക്കണം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി ഇടാം. ആവശ്യത്തിന് ഇട്ടാൽ മതി ഗൈസ്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം. ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഇപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിനാണ് ഞങ്ങൾ ഇട്ടേക്കണേ. അതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് അത്ര ഇടാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ച മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ മസാല ഒരുവിധം സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒരുവിധം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ മണമൊക്കെ അടിച്ച് ഇവിടെ ഒരു വിധമായി ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗൈസ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. ഇനി വീണ്ടും അല്പം മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഗൈസ് ഒരു കാര്യം കൂടി പറഞ്ഞത്, നമ്മൾ ലേശം ഉപ്പും കൂടി ഇടണമായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ടുക. ഗൈസ് ഇതൊക്കെ കൂടി നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഗൈസ് ഇനി വേവണ വരെ നമ്മൾ മൂടി വെക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ ഒരുവിധമായി വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് പുഴുങ്ങിയ കിഴങ്ങ് നമ്മൾ ഈ ചിക്കൻ ഗൈസ് നമ്മുടെ കിഴങ്ങ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഇവിടെ നല്ലപോലെ പുഴുങ്ങിയത് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഗൈസ് ചിക്കൻ ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ് കിഴങ്ങ് വേവാൻ വേണ്ടി നമ്മൾ മൂടി വെക്കാം. ഗൈസ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഇലയാണ്, ഞാൻ നേരത്തെ കാണിച്ച്. അപ്പോൾ ഇത് ഈ പേര് അറിയാവുന്നവർ കമൻ്റ് ഇടുക ഗൈസ്, കമൻറ്റിലിടാം. അപ്പോൾ ഈ ഇല നമ്മുടെ ചിക്കൻ കറിയിലൊക്കെ ഇടാനുള്ള ബെസ്റ്റ് സാധനമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഇല ഇട്ട് കൊടുക്കാം. സ്പെഷ്യൽ ഇലയാണ് ഗൈസ്, ഇത് ബെസ്റ്റാണ് ചിക്കൻ കറിക്ക്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഗൈസ്, കറക്റ്റ് അതിൻ്റെ മണം തന്നെയാണ്. ആ ഇല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മസാലയുടെ ആ രീതി പോലത്തെ മസാലയുടെ മണം പോലെയാണ്. അപ്പോൾ ഗൈസ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി. ഗൈസ് കിഴങ്ങൊക്കെ നല്ലപോലെ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ പാചകം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കറി പെപ്പർ ചിക്കൻ വിത്ത് ടാപ്പിയോക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നല്ല ചൂടാണ് ഗൈസ്, ആവി പറക്കണം, നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞൂടാ ഗൈസ്. ഗൈസ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഭയങ്കര ചൂടാണ് ഗൈസ്, ആവി നല്ലപോലെ പറക്കുന്നുണ്ട് ഗൈസ്. കൈ പൊക്കാവുന്നില്ല. ടേസ്റ്റ് ഉണ്ട്. ഗൈസ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോലെയാണ്. നല്ല സ്പോഞ്ച് പോലെയാണ് ഗൈസ് ചിക്കൻ, സൂപ്പറാണ് ഗൈസ്, സൂപ്പർ ഗൈസ്. നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സീ യു, ബൈ.